ഡൽഹിയിലെ സമരത്തിന്റെ ചൂട് കണ്ണൂർ കോർപ്പറേഷനിലും. സമരം അടിച്ചമർത്താനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ കൗൺസിൽ പ്രമേയം പാസാക്കി. പ്രമേയത്തെ ബിജെപി അംഗങ്ങൾ എതിർത്തത് വാക്കേറ്റത്തിനും ഇടയാക്കി. എൽഡിഎഫും യുഡിഎഫും പ്രമേയത്തെ പിന്തുണച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ മുഖം തിരിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജിൽ മാക്കുറ്റിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. കേന്ദ്രമന്ത്രിയെ മണ്ടൻ എന്ന് വിശേഷിപ്പിച്ചാണ് റിജിൽ മാക്കുറ്റി പ്രമേയ ചർച്ചയിൽ സംസാരിച്ചത്. വിദ്യാഭ്യാസത്തിനകത്ത് ഇന്നലകളിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ആ വലിയ മുന്നേറ്റത്തെ തകർക്കുന്നതിനു വേണ്ടി സംഘപരിവാറിന്റെയും RSSന്റെയും ആശയങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ കരിക്കുലത്തെ തകർത്തവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കഴിവുകെട്ട ഒരു മന്ത്രി ഈ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ മന്ത്രി ഈ രാജ്യം തുടരാൻ പറ്റില്ല എന്നുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ ആ മന്ത്രിയെ സ്വീകരിക്കാൻ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായത് ഗണപതിയുടെ തലവെച്ചതിന് ശേഷമാണത് പഠിപ്പിക്കണമെന്ന് പറയുന്ന ഒരു മണ്ടൻ മന്ത്രി ഈ വിദ്യാഭ്യാസ മന്ത്രിയല്ലാതെ ഈ രാജ്യത്തോടെ പുഷ്പവിമാനമാണ് ആദ്യം കണ്ടുപിടിച്ചത്. അത് കരിക്കുലത്തിൽ പഠിപ്പിക്കണമെന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസ മന്ത്രി മണ്ടൻ എന്നല്ലാതെ ഇയാൾ എന്താണ് വിളിക്കാൻ പറ്റുക? സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഷമീമ, ഡെപ്യൂട്ടി മേയർ KP താഹിർ, CPM അംഗം VK പ്രകാശിനി തുടങ്ങി LDF UDF അംഗങ്ങൾ പ്രമേയത്തെ ഒറ്റക്കെട്ടായി പിന്തുണച്ചു. BJP അംഗങ്ങൾ പ്രമേയത്തെ എതിർത്തു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടെന്നും ഡൽഹിയിൽ നടക്കുന്ന സമരം തീവ്രവാദികളാണ് സ്പോൺസർ ചെയ്യുന്നതെന്നും P മഹേഷ് കുറ്റപ്പെടുത്തി. പ്രമേയത്തിനെതിരായ BJP കൗൺസിലറുടെ നിലപാടിനെ UDF അംഗങ്ങൾ എതിർത്തു. ഇത് ബഹളത്തിനും ഇടയാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ ഈ പ്രക്ഷോഭത്തെ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്ന് മേയർ അഡ്വക്കേറ്റ് P ഇന്ദിരയും നിലപാടെടുത്തു. പ്രമേയത്തെ BJP അംഗം എതിർത്തത് ശരിയായില്ലെന്നും മേയർ പറഞ്ഞു. BJPയുടെ എതിർപ്പ് തള്ളി പ്രമേയം കൗൺസിൽ പാസാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.